SSLC കുട്ടികൾക്ക് അടുത്ത് അടിസ്ഥാന പാഠാവലിയാണ്, മലയാളം സെക്കൻഡാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാഠം. ഓക്കെ, ശ്രീനാരായണ ഗുരു എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്ന് നോക്കാൻ പോവുകയാണ്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അല്ല പോകുന്നത്, എന്നാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ആ ഒരു രീതിക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് മനസ്സിൽ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന ഗുരുവചനമായിരിക്കും. ഓക്കെ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണിത്. ഓക്കെ, അപ്പം അതിൽ തന്നെ ഗുരുവിൻ്റെ എല്ലാ സന്ദേശങ്ങളും എന്താണെന്നുള്ളത്, അതിൻ്റെ അർത്ഥം മുഴുവനും അടങ്ങിയിട്ടുള്ള വാക്കുകളാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഗുരുവിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു വരികളും കൂടെയുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് കേൾപ്പിച്ചു തരാം. ഞാനത് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാം, പ്ലേ ചെയ്യാം. ഞാൻ പാടിയേ കൊള്ളത്തില്ല, അതുകൊണ്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ശബ്ദത്തിൽ എന്ത് ചെയ്യാം, ഞാൻ കേൾപ്പിച്ചു തരാം. അത് കേട്ടതിന് ശേഷം നമുക്ക് പാഠത്തിലോട്ട് പോകാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. ഓക്കെ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നത്. നമുക്ക് പാഠത്തിലോട്ട് പോകാം. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് വിശേഷണങ്ങൾ ഓടിയെത്തണം. ഓക്കെ, ഒന്നാമത്തെ വിശേഷണം നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ആര് തന്നെയാണ്, ശ്രീനാരായണ ഗുരുവാണ്. ഇനി 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ കേരളീയൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്, നമ്മൾ ശ്രീനാരായണ ഗുരുവിനെയാണ്. ഇനി അധസ്ഥിത വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്, ഇതുമാരാണ്, നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പം ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ആർക്കുണ്ട്, ശ്രീനാരായണ ഗുരുവിന് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടും അദ്ദേഹത്തിന് യോജിക്കുന്ന വിശേഷണങ്ങളാണ് ഇവയെല്ലാം. ഇനി നമ്മുടെ പാഠഭാഗത്തിനെ കുറിച്ച് പറയാം. ഓക്കെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ഒരു ലേഖനമാണ് നമുക്ക് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരു ജീവചരിത്രവും ഗുരു സ്മൃതികളും എന്ന് പറയുന്ന ഒരു ജീവചരിത്ര പുസ്തകമുണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയ. ആ പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആരാണ് എഴുതിയത്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഓക്കെ, അദ്ദേഹം ഒരു ലേഖകനാണ്, നിരൂപകനാണ്, ഓക്കെ, അതേപോലെ ചിന്തകനാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള നിലകളിൽ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, പാഠത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നിൻ്റെ ഒരാവശ്യമാകുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളുണ്ട്, അത് ദേശങ്ങൾക്ക് അപ്പുറം അല്ലെങ്കിൽ ദേശവ്യത്യാസമില്ലാതെ കാലവ്യത്യാസമില്ലാതെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. അത് എത്രത്തോളം പ്രസക്തമാണെന്നുള്ളത് നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, കൂടുതൽ അതിനകത്ത് ഡീപ്പായിട്ട് മീനിങ് ഒന്നും ഇല്ലടാ. ഓക്കെ, ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അപരിത്യാജ്യമായി തീർന്ന ഒരു കർമ്മ പരിപാടിയാണ് അധകൃത വർഗോദ്ധാരണം. നമ്മുടെ ഭാരതത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതെല്ലാം ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട, ഓക്കെ, അവരുടെ ആ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനമാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ആരും ചെയ്തിട്ടുള്ളത്, ശ്രീനാരായണ ഗുരുവും ചെയ്തിട്ടുള്ളത്. അപ്പം ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പം അവരുടെ നവോത്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആധുനിക കാലത്തെ ധർമ്മസ്ഥാപനത്തിനുള്ള മുഖ്യ മാർഗവും അത് തന്നെയാണ്. എന്താണ്, അധകൃത വർഗോദ്ധാരണമാണ്. ഇനി പല വ്യക്തികളെയും പേര് പറയുന്നുണ്ട്. രാജാറാം മോഹൻ റോയ് ഉണ്ട്, ദയാനന്ദ സരസ്വതി ഉണ്ട്, രാമകൃഷ്ണ പരമഹംസരുണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്, തുടങ്ങിയ ആൾക്കാരെല്ലാം ജീവിച്ചതും ഓക്കെ പ്രവർത്തിച്ചതും എല്ലാം എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ഈ ധർമ്മം എന്ത് ചെയ്യാൻ വേണ്ടി, പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ ധർമ്മം എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുക, ഈ താഴെത്തട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, മാറ്റം കൊണ്ടുവരിക, അവരെ എന്ത് ചെയ്യുക, സമൂഹത്തിൻ്റെ മേൽത്തട്ടിലേക്ക് എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. ഇതായിരുന്നു ഇവരെല്ലാവരും ചെയ്ത പ്രവൃത്തി. ഓക്കെ, അവരെല്ലാം ജീവിച്ചതും അതിന് വേണ്ടിയായിരുന്നു. നാരായണ ഗുരു ചെയ്തത് എന്ത് തന്നെയാണ്, ഈ പ്രവൃത്തി തന്നെയാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരുവും ഈ മാർഗം തന്നെയാണ് പ്രധാനമായി അവലംബിച്ചത്.
ഓക്കെ, യോഗിയും അദ്വൈതിയുമായിരുന്ന ഈ മഹാപുരുഷൻ പല യതിവര്യരും ചെയ്യാറുള്ളതുപോലെ സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കി പ്രവൃത്തി രംഗത്ത് നിന്ന് നിവൃത്തനായില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മറ്റുള്ള സന്യാസിമാരൊക്കെ ചെയ്യുന്നത് പോലെ, യോഗിവര്യന്മാർ ചെയ്യുന്നത് പോലെ അദ്ദേഹം എന്താണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, അദ്ദേഹം എന്താണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എന്ത് ചെയ്തില്ല, അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ല, ഒഴിവാക്കിയില്ല. ബാക്കിയുള്ള സന്യാസിമാരെല്ലാം സ്വമോക്ഷം, ഓക്കെ, അവരുടെ സ്വന്തം മോക്ഷമാണ് എന്ത് ചെയ്യുന്നത്, നോക്കി പോകുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തിട്ടില്ല, സ്വന്തം മോക്ഷത്തിന് വേണ്ടി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. സമൂഹത്തിൽ തൻ്റെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ആര് ജീവിച്ചത്, ശ്രീനാരായണ ഗുരു ജീവിച്ചത്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, നിങ്ങളത് പഠിച്ചുകൊള്ളണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദെൻ ശ്രീനാരായണ ഗുരുവാകട്ടെ തപശ്ചര്യ കൊണ്ട് വികസിച്ച സ്വകീയമായ വ്യക്തിമഹത്വത്തെ സമൂഹ ഉന്നമനത്തിനായി വിനിയോഗിച്ചു. തൻ്റെ തൻ്റെ ശക്തിയും തൻ്റെ അറിവും ഒക്കെ എല്ലാം അദ്ദേഹം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു, ഉപയോഗിച്ചു. ഓക്കെ, തൻ്റെ യോഗശക്തിയെയും ജ്ഞാനശക്തിയെയും അദ്ദേഹം ആധ്യാത്മിക മണ്ഡലത്തിൽ അടച്ചുപൂട്ടി സൂക്ഷിക്കാതെ ലൗകികതയിലേക്കും പ്രസരിപ്പിച്ചു. തൻ്റെ അറിവായിക്കോട്ടെ, അതേപോലെ തന്നെ തൻ്റെ യോഗശക്തി ആയിക്കോട്ടെ, ജ്ഞാനശക്തി ആയിക്കോട്ടെ, ഇതിനെല്ലാം അടച്ചുപൂട്ടി വയ്ക്കാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആര് ഉപയോഗിച്ചു, ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചു. ഇതെല്ലാം ഉപയോഗിച്ചത് എന്ത് ചെയ്തു, തൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു. ഓക്കെ, ഇനി ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരാക്കി. വളരെ പ്രധാനപ്പെട്ട വരികളാണ്, ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരാക്കി മാറ്റി. ആര്, ശ്രീനാരായണ ഗുരു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഓക്കെ, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ സമൂഹത്തിൽ ഒരുപാട് അനീതികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല. ഓക്കെ, അവരെ കണ്ടാൽ മാറി നടക്കണം. ഓക്കെ, ഇനി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. ഓക്കെ, തൊട്ടുകൂടായ്മ, ഓക്കെ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതേപോലെ തന്നെ അടിമത്തം തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും അവരെന്ത് ചെയ്തു, നേരിട്ടു. ഓക്കെ, ഒരു അന്ധകാരം നിറങ്ങിയ ജീവിതത്തിലായിരുന്നു ആര് കഴിഞ്ഞിരുന്നത്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു കൊടുത്ത വ്യക്തി ആരായിരുന്നു, ശ്രീനാരായണ ഗുരുവായിരുന്നു. ഇനി അവർക്ക് വിദ്യാഭ്യാസം കിട്ടത്തില്ലായിരുന്നു. ഓക്കെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക്. അപ്പം അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്ത് ചെയ്തു, ആരംഭിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അറിവിൻ്റെ പ്രകാശവും എന്ത് ചെയ്തു, അവരുടെ അന്ധകാരത്തെ മാറ്റാൻ വേണ്ടി ആര് പകർന്നു കൊടുത്തു, ശ്രീനാരായണ ഗുരു പകർന്നു കൊടുത്തു. ഓക്കെ, ഇനി നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു. ഓക്കെ, ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ചവിട്ടി മെതിക്കപ്പെട്ട് കിടന്ന മനുഷ്യത്വത്തെ എന്ത് ചെയ്തു, അദ്ദേഹം മുകളിലേക്ക് എത്തിച്ചു. അതിൻ്റെ ഉന്നമനത്തിലേക്ക് എന്ത് ചെയ്തു, നയിച്ചു. ജാതി പിശാചിനെ ഉച്ചാരണം ചെയ്തു. എന്ന് പറഞ്ഞാൽ ജാതി പിശാചിനെ എന്ത് ചെയ്തു, ഇല്ലാതാക്കി. ഓക്കെ, കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനെന്നും ഈ ഋഷിവര്യനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, അതായത് കേരള സമൂഹത്തെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനെന്നും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാൻ പറ്റും. ആരെ, ശ്രീനാരായണ ഗുരുവിനെ. വളരെ പ്രധാനപ്പെട്ട വരികളാണ് കേട്ടോ. ഓക്കെ, ഇനി ജ്ഞാനസിദ്ധനും അതേസമയം കർമ്മസിദ്ധനുമായിരുന്നു അദ്ദേഹം. ഓക്കെ, ജ്ഞാനസിദ്ധിയും ഉണ്ടായിരുന്നു, കർമ്മസിദ്ധിയും ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് വെറുതെ അദ്ദേഹം ഇരുന്നില്ല, അദ്ദേഹം എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. വെറുതെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ പറയുക മാത്രമല്ല ആര് ചെയ്തത്, ശ്രീനാരായണ ഗുരു ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു, സമൂഹത്തിലേക്ക് ഇറങ്ങി എന്ത് ചെയ്തു, പ്രവർത്തിക്കുകയും ചെയ്തു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പ്രപഞ്ചത്തിൻ്റെ മിഥ്യത്വത്തിൽ ഭ്രമിച്ചു കർമ്മവിമുഖരായി അലസജീവിതം നയിക്കുന്ന ഇന്ത്യൻ സന്യാസിമാർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ സേവന സമർപ്പിതമായ ജീവിതം മഹത്തായൊരു മാതൃകയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള സന്യാസിമാരെ കുറിച്ചൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്ത്യയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോകമെല്ലാം ഒരു മിഥ്യയാണ്, ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അവർക്കൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഈ വരികൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാതൃകയാക്കാൻ പറ്റുന്നൊരു ജീവിതമാണ് ആരുടെ ജീവിതം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു, കർമ്മ നിരതനായിരുന്നു. താൻ എന്ത് ചെയ്തു, തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു, അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു, സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഒരു യോഗീവര്യനായിരുന്നു ആരെന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മനുഷ്യജാതി എന്ന വിശ്വവിശാലമായ ആശയത്തിൻ്റെ പ്രഥമാവതാരകനാണ് അദ്ദേഹം. ഓക്കെ, മതത്തെയും ദൈവത്തെയും അദ്വൈത ദൃഷ്ട്യ ഏകത്വത്തിൽ വിലയിപ്പിച്ച തത്വദർശി. ഓക്കെ, അതായത് ഇവിടെ മതവും ദൈവവും രണ്ടല്ല. അദ്വൈതം മീൻസ് എന്താണ്, രണ്ടല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല എന്നുള്ളതാണ്. ഓക്കെ, മതവും ദൈവവും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള ദർശനം പകർന്നു വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, ആധ്യാത്മികതയും ഭൗതികതയും വേർതിരിച്ച് നിർത്തി രണ്ടാമത്തതിനെ തുച്ഛീകരിച്ച് കാണിക്കാൻ അദ്ദേഹം ഒരിക്കലും മുതിർന്നിട്ടില്ല. ആധ്യാത്മികത അതേപോലെ തന്നെ ഭൗതികത. ഓക്കെ, ഇത് രണ്ടിനെ എന്ത് ചെയ്തില്ല, അദ്ദേഹം വേർതിരിച്ച് നിർത്തിയിട്ട് ഭൗതികത എന്ത് ചെയ്തില്ല, ഒരിക്കലും വില കുറച്ച് കാണാൻ അദ്ദേഹം എന്ത് ചെയ്തില്ല, തയ്യാറായിരുന്നില്ല. ഓക്കെ,
ഇനി മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യ നന്മയ്ക്കാണല്ലോ പ്രാധാന്യം. ഓക്കെ, മതം ഏതായാലും ആര് നന്നായാലും മതിയടാ, മനുഷ്യൻ നന്നായാൽ മതി. അവിടെ ആർക്കാണ് പ്രാധാന്യം? മനുഷ്യൻ്റെ നന്മയ്ക്കാണ് എന്താണ് പ്രാധാന്യം, അല്ലെങ്കിൽ മനുഷ്യനാണെന്നാണ് പ്രാധാന്യമുള്ളത്. ഓക്കെ, ആ നന്മയ്ക്ക് എന്ത് ആവശ്യമില്ല? മതം ആവശ്യമില്ലെന്ന ഒരു ധ്വനിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് അതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, മറ്റ് മതപ്രവാചകന്മാർ അവനവൻ്റെ മതമാകുന്ന പുഴയുടെ ആഴവും നീളവും അളന്നു കാണിച്ചു പ്രചാരണ പെരുമ്പറ മുഴക്കുമ്പോൾ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു? ഹിന്ദു മതത്തെ പറ്റി ഒരക്ഷരം പോലും എന്താണ് പറയാതെ എല്ലാ മതനദികളും ചെന്നു ചേരുന്ന മഹാസമുദ്രത്തെ പറ്റിയാണ് സംസാരിച്ചിരുന്ന സംഗതി ഏറ്റവും അർത്ഥവത്താകുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് വരികളാണേ. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് വരികളാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ എന്താണ് മതത്തിലും പെടുന്ന ആൾക്കാർ, പ്രവാചകന്മാർ അവരുടെ മതത്തെ എന്താണ് ഉയർത്തി കാണിച്ചപ്പോൾ അതിൻ്റെ മഹിമകൾ പറഞ്ഞപ്പോൾ ഓക്കെ, ശ്രീനാരായണ ഗുരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും ഹിന്ദു മതത്തെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം പോലും എന്ത് ചെയ്തില്ല, ആര് പറഞ്ഞിരുന്നില്ല? ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്നില്ല. നമുക്കറിയാം. ഓക്കെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഓക്കെ, അവിടെ എല്ലാ ജാതിയും ഒന്നാണ്. ഓക്കെ, മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ ഒറ്റ ജാതിയേ ഉള്ളൂ. എല്ലാ മതവും എന്താണ്? ഒന്നാണ്. എല്ലാ ദൈവവും എന്താണ്? ഒന്നാണ്. മനുഷ്യന് ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ഓക്കെ, തൻ്റെ സ്വന്തം മതത്തെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമില്ല എന്ന് ആർക്കറിയാമായിരുന്നു? ആർക്കറിയാം? നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പോയില്ല. ഓക്കെ, ദെൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ആ ഒരു നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആ വരികളുണ്ട്. ഓക്കെ, പലമത സാരവും ഏകമെന്നു പാരാ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലയുവതോർത്തലയാതിരുന്നിടേണം. ഓക്കെ, ഈ വരികളുടെ അർത്ഥം ചോദിക്കാം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണേ. ഓക്കെ, ഇനി ഈ ഒരു ഉപദേശത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്ധഗജ ന്യായം എന്ന് പറയും. അന്ധഗജ ന്യായം എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ണെടുത്ത ആൾക്കാർ എന്ത് ചെയ്തു? ആനയെ കാണാൻ പോയിട്ട് അവർ ഓരോ അഭിപ്രായം പറഞ്ഞില്ല, ആനയെ തൊട്ട് നോക്കിയിട്ട് ഓരോ അഭിപ്രായം പറഞ്ഞില്ല. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ മതങ്ങളെ, പല മതത്തിലും പെടുന്ന ആൾക്കാർ മതങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം എന്താണ്? ഒന്നാണ് എന്നുള്ള ആശയമാണ് ആർക്കുള്ളത്? ശ്രീനാരായണ ഗുരുവിന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ശ്രീനാരായണ സന്ദേശം എക്കാലത്തും ഏത് രാജ്യത്തും വിലപ്പോകുന്നതാണ്. ഓക്കെ, ഏത് സമുദായത്തിൻ്റെയും സാംസ്കാരിക വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്നതുമായിട്ടുള്ള ഒരു വിശിഷ്ട ആശയമാണെന്ത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ മനുഷ്യന്മാർക്ക് ഈ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ ഉള്ള വ്യത്യാസം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. ഓക്കെ, എല്ലാവരും എന്താണ്? ഒന്നാണ്. ഓക്കെ, ഒരൊറ്റ മതമായി മാറി, ഒരൊറ്റ ജാതിയായി മാറി, മനുഷ്യൻ എന്താണ്? ഒരൊറ്റ ദൈവവുമായി മാറി. ഓക്കെ, അപ്പം മനുഷ്യൻ ഒരൊറ്റ ദൈവമാകുന്നു. ഓക്കെ, ഒരൊറ്റ ജാതിയിലേക്ക് പോകുന്നു, ഒരൊറ്റ മതത്തിലേക്ക് പോകുന്നു. അവിടെ പിന്നെ നമ്മൾ വ്യത്യാസം നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഈ വ്യത്യാസങ്ങളൊന്നും അവിടെ നിലനിൽക്കാറില്ല. ഓക്കെ, ഒരുപാട് മതങ്ങളും ഉണ്ടാവത്തില്ല, ഒരുപാട് ദൈവങ്ങളും ഉണ്ടാവത്തില്ല, ഒരുപാട് ജാതിയും ഉണ്ടാവത്തില്ല. വ്യത്യാസങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്തായി മാറി? ഒന്നായി മാറി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു പ്രത്യേക മതത്തെ ആസ്പദമാക്കി ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ശ്രീനാരായണ ഗുരു എന്ത് ആരംഭിച്ചിട്ടുണ്ട്? ക്ഷേത്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തെ പ്രദാനം ചെയ്തിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്? ഓക്കെ, നമ്മുടെ ശ്രീനാരായണ ഗുരു ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ മറക്കേണ്ട കാര്യമല്ല. എന്നാലും അതിന് വലിയ പ്രസക്തിയില്ല. നമ്മൾ അങ്ങനെ വേർതിരിച്ച് കാണേണ്ട കാര്യമല്ല. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ അത് പാമര ഭൂരിപക്ഷമുള്ള അധസ്ഥിത സമുദായങ്ങളെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് വരുന്നതിനാവശ്യമായ ഒരു താൽക്കാലിക ഉപാധി മാത്രമായിരുന്നു. അതായത് പാമരന്മാരായിട്ടുള്ള പാവപ്പെട്ട നിരക്ഷരരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്ന ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമായിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ സ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ഷേത്രങ്ങൾ ഇനി ആവശ്യമില്ലെന്നും തലസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തൊഴിൽശാലകളോ ആണ് വേണ്ടതെന്നും അദ്ദേഹം അനന്തരകാലത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന് പിന്നീട് മനസ്സിലായ കാര്യമാണ് ക്ഷേത്രങ്ങളല്ല വേണ്ടത്, തലസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും അതേപോലെ തന്നെ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായശാലകളും ഒക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ആവശ്യമാണെന്ന് ആർക്ക് തോന്നിയിട്ടുണ്ട്? പിന്നീട് ഗുരുവിന് തോന്നിയിട്ടുണ്ട്. അത് ഗുരു തുറന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് യൂണിവേഴ്സാലിറ്റി എന്ന് നമ്മൾ പറയും. സാർവലൗകികത്വം. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ യൂണിവേഴ്സാലിറ്റി ഉള്ളതാണ്. അതായത് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? പ്രയോഗിക്കാൻ പറ്റുന്ന സന്ദേശങ്ങളാണ് ആരുടേത്? ഗുരു സന്ദേശങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം യാതൊരു സംശയം കൂടാതെ ആർക്കും മനസ്സിലാക്കത്തക്ക വിധം ഏറ്റവും ലളിതമായ ഭാഷയിലാണ് അവ എന്ത് ചെയ്യുന്നത്? രചിക്കുന്നത്. ഓക്കെ, ഇനി താൻ പറയുന്നത് പാമര ജനങ്ങളുടെ ഉള്ളിലും കുറിക്കു കൊള്ളണമെന്നു ഗുരു കരുതിയിരിക്കുന്നു. ഓക്കെ, തൻ്റെ ആശയങ്ങൾ, താൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ നിരക്ഷരരായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യണം? മനസ്സിലാകണമെന്ന് ആര് ആഗ്രഹിക്കുന്നുണ്ട്? ശ്രീനാരായണ ഗുരു ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പാമരന്മാരായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർക്കും മനസ്സിലാവണം. അത് ആരുടെ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ ആരുടെ ആഗ്രഹമായിരുന്നു, ഗുരുവിൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ലളിത ഭാഷയിലാണ് ഗുരു തൻ്റെ സന്ദേശങ്ങൾ എന്ത് ചെയ്തിരുന്നത്, നൽകിയിരുന്നത്. ഓക്കെ, ചിലപ്പോൾ ലളിത ഉദാഹരണങ്ങൾ കൂടിയായിരിക്കും ആശയാവിഷ്കരണം. ചിലപ്പോൾ ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങൾ നൽകിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അദ്ദേഹം തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ജാതി ഒന്നാണെന്നതിന് തെളിവൊന്നും വേണ്ടല്ലോ. ഓക്കെ, അതായത് ഒരു പട്ടി വേറൊരു പട്ടിയെ കണ്ടാൽ അതിൻ്റെ സ്വന്തം ജാതിയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടാൽ അറിയാം അത് എൻ്റെ സ്വന്തം ജാതിയാണെന്ന്, അല്ലേ? എല്ലാ മൃഗങ്ങൾക്കും ഈ വകതിരിവുണ്ട്. ഓക്കെ, അപ്പം എല്ലാ മൃഗങ്ങൾക്കും സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ഇത് എൻ്റെ കാറ്റഗറിയിൽപ്പെട്ട എൻ്റെ ജാതിയായിട്ടുള്ള മൃഗമല്ലേ എന്നുള്ളത് കണ്ടാൽ അറിയാം. അവിടെ ആ മൃഗം ഇതൊരു കടുവയാണ്, ഒരു കടുവ മറ്റൊരു കടുവയെ കണ്ടാൽ അറിയാം അതും കടുവയാണ്. ഓക്കെ, നമ്മളെല്ലാം ഒരു ഗ്രൂപ്പാണ് എന്ന് കണ്ടാൽ അറിയാം. മനുഷ്യൻ കണ്ടാൽ പറയണം ഞാനൊരു മനുഷ്യനാണ്, അവനൊരു മനുഷ്യനാണ്. ഓക്കെ, ഞാനൊരു മനുഷ്യനാണ്, അതും ഒരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ ജാതി എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റി വെച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഞാനും മനുഷ്യൻ, അയാളും മനുഷ്യൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു പട്ടി മറ്റൊരു പട്ടിയെ കണ്ടാൽ വേറൊരു പട്ടിയെന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഇന്ന ജാതിയിൽപ്പെട്ട പട്ടിയെന്നല്ല പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയും ചില കുറുക്കി കൊള്ളുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ആര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മനുഷ്യർക്ക് മാത്രം സംശയം, സ്വന്തം ജാതി തിരിച്ചറിയാനുള്ള ശക്തിയില്ല, മൃഗങ്ങളെക്കാളും മോശമാണ്. ഈ സംഭാഷണത്തിൽ ഉദ്ദിഷ്ടമായ ആശയം എത്ര ഊക്കോടെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറുന്നുണ്ടെന്ന് നോക്കുക. പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും പിടികിട്ടി. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു, പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായി. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ജീവിതശുദ്ധി ഇതൊക്കെയാണ് അധസ്ഥിത സമുദായങ്ങൾക്ക് വേണ്ടതെന്ന് ഗുരു കൂടെ പറഞ്ഞിരുന്നു. ഇങ്ങനെ നാനാ പ്രകാരേണ ആദർശശാലിതയും പ്രായോഗിക ബുദ്ധിയും ഇണങ്ങിച്ചേർന്നിരുന്ന ഒരു യുഗാചാര്യനായിരുന്നു ശ്രീനാരായണൻ. കേരളത്തെ ജാതി പാതാളത്തിൽ നിന്ന് ഉയർത്തി അതിൻ്റെ ഭ്രാന്താലയത്തെ നിശേഷം നീക്കം ചെയ്തു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും പ്രാതസ്മരണീയനാകുന്നു. ആ മഹചരിതവും മഹാസൂക്തങ്ങളും ഭാവി തലമുറകൾക്കും പ്രചോദനം നൽകുമാറാകട്ടെ. ഓക്കെ, അപ്പോൾ സ്വാമി വിവേകാനന്ദനെ വിളിച്ചതാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാണ്. ഇവിടുത്തെ ജാതി വ്യവസ്ഥിതി, ഐത്തം, ഓക്കെ, ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇവിടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ച, അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. ഓക്കെ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പക്ക മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോയും കൂടെ എന്ത് ചെയ്താൽ ഞാൻ ചെയ്തുതരാം. ഓക്കെ.